ദേ ഈ കാണുന്ന ജെംസ് മിഠായിയുടെ കവർ പൊട്ടിച്ച മാതിരി വീണ സംഭവങ്ങളുണ്ടാ. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് നമ്മുടെ ഐറ്റംസ് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കൊറിയർ പാക്ക് ചെയ്ത് അയക്കുന്നത്. എല്ലാം ഇൻഡിവിജ്വൽ പാക്കിംഗ് ഒക്കെയാണ്. കാൻഡി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ്. ഫ്ലെയർ ചെയ്തൊക്കെ വരുമ്പോൾ ഫുൾ കളർഫുൾ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. ഇത് നമ്മുടെ ഗോൾഡൻ ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ്. ഇത് റെഡ് ഡ്രാഗണിന്റെ ഒരു വെറൈറ്റി ആണ്. റോയൽ ബ്ലൂ എന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റി ആണ്. ഇത് നമ്മുടെ ആൽബിനോ കോയിൽ റെഡ് ഇയർ ആണ്. ടക്സിഡോ കോയിൽ ഗള്ളിയർ റിബൺ ആണ്. നമസ്കാരം, ഞാൻ റജിൻ, ഇത് സജിത്ത്. ഇത് ഞങ്ങളുടെ സ്ഥാപനമാണ്. ക്യൂബ് അക്വാട്ടിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് തൃശ്ശൂർ ജില്ലയില് പെരിങ്ങോട്ടുകര ചാഴൂർ ആണ് നമ്മുടെ ഈ ഫാം ഉള്ളത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് മെയിനായിട്ട് ബെറ്റ ഫിഷും ഗപ്പി ഫിഷും ആണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് മട്ടുപ്പാവിലെ ഞങ്ങളുടെ ബെറ്റ കൃഷി എന്ന് പറയുന്ന സംഭവം. ഇതിനകത്ത് നമ്മൾ ഒരുപാട് വെറൈറ്റീസ് നമ്മളിവിടെ ചെയ്തു പോകുന്നുണ്ട്. ഈ കാണുന്ന ടാങ്കുകളിലെല്ലാമായിട്ട് നമ്മൾ ഒരുപാട് ബെറ്റാസിനെ റയർ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് പല സെക്ഷനുകളിലായിട്ട് ഫിഷുകളെ നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു ഏരിയയും കൂടിയുണ്ട്. ഈ ഏരിയയിൽ നമ്മൾ ഫ്രിഡ്ജ് ബോക്സുകളിലാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ഏകദേശം ഒരു 50ഓളം ഫ്രിഡ്ജ് ബോക്സുകൾ നമ്മൾ വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഏകദേശം ഒരു 10,000-ന് മുകളിൽ ഫിഷ് നമ്മളിവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ കയ്യിലിരിക്കുന്ന ഫിഷ് പോലെ തന്നെ എല്ലാവരും വളരെ ഹെൽത്തി ആയിട്ട് ഉള്ള ഫിഷുകളാണ്. ഇത് നമ്മളുടെ ബ്രീഡിംഗ് സെക്ഷനാണ്. നമ്മൾ ഓരോ ബ്രീഡുകളെയും സെപ്പറേറ്റ് ചെയ്ത് പേര് എഴുതി വെച്ച് മാർക്ക് ചെയ്തിട്ട് അവരുടെ ബ്രീഡിങ്ങിന് ഇടുന്ന ഡേറ്റും മെൻഷൻ ചെയ്തിട്ട് ഇവിടെ വെക്കും. അത് വളർന്നു വരുന്നതിനനുസരിച്ച് ഓരോ സ്റ്റേജിൽ നമ്മൾ ഇവരെ സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഇത് നമ്മൾ അവിടെ ബ്രീഡായിട്ടുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ഇവിടേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടേക്ക് മാറ്റും. ഇതുപോലത്തെ ടബുകളിലേക്കാണ് മാറ്റുക. ഇവിടെ നമ്മൾ ആർട്ടീമിയും അതുപോലെ മൊയിനിയും ഒക്കെ കൊടുത്ത് നമ്മൾ കുഞ്ഞുങ്ങളെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മളുടെ ബോട്ടിലിംഗ് സെക്ഷനാണ്. നിശ്ചിത പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൽസിനെ നമ്മൾ സെപ്പറേറ്റ് വേറെ ഇതുപോലെയുള്ള 2 ലിറ്ററിന്റെ ബോട്ടിലുകളിലായിട്ട് നമ്മൾ കീപ്പ് ചെയ്യും. അതെന്തിനാന്ന് വെച്ചാൽ അവർക്ക് കൂടുതൽ ക്വാളിറ്റിയിൽ അവരുടെ ചിറകുകൾ വിരിയാനും മറ്റു കാര്യങ്ങൾക്കും അതുപോലെ പരസ്പരം തല്ലുകൂടിയിട്ട് പ്രശ്നങ്ങൾ ഇല്ലാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ്. ഏകദേശം ഒരു 4,000-ഓളം ബോട്ടിൽസിൽ നമ്മൾ ഫിഷിനെ കീപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാം ലൈവായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. ഗപ്പീസൊക്കെ ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഫാം തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 10 വർഷത്തോളമായി. 10 വർഷമായിട്ട് നമ്മളിവിടെ നമ്മളുടെ ക്വാളിറ്റി കീപ്പ് ചെയ്ത് ഫിഷ് ബ്രീഡ് ചെയ്യുക, അത് നമ്മളുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു മോട്ടീവ്. അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇത്രയും കാലങ്ങളായിട്ടും ഇവിടെ ബ്രീഡ് ചെയ്യുന്ന ഫിഷ് മാത്രമേ നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് കൊടുക്കുകയുള്ളൂ. അത് ഞങ്ങളുടെ ഒരു മിനിമം ഗ്യാരണ്ടിക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഞങ്ങൾ ബ്രീഡ് ചെയ്തിരിക്കുന്ന ഫിഷിന് മറ്റെന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ മാത്രമായിരിക്കും ഉത്തരവാദി എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ടാണ്. രാവിലെ 10 തൊട്ട് 5 വരെയുള്ള സമയത്ത് ഇവിടെ ഫാം ഓപ്പൺ ആണ്. എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നമ്മൾ തരുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഫാം വിസിറ്റ് ചെയ്ത് കണ്ട് ഇഷ്ടപ്പെട്ട് ഫിഷ് എടുക്കുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. ഇപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊറിയർ സർവീസ് വഴിയാണ് അയക്കുന്നത്. ഇനി വലിയ ക്വാണ്ടിറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രെയിൻ ത്രൂ നമ്മൾ അയക്കുന്നുണ്ട്. ഫിഷ് കയ്യിൽ കിട്ടുന്ന സമയത്ത് അതിനെന്തെങ്കിലും ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഡെത്ത് ഒക്കെ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടുന്ന സമയത്ത് ഒരു വീഡിയോ അൺബോക്സിങ് വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ റീഫണ്ട് ചെയ്യും അല്ലെങ്കിൽ അത് നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കാറ് പതിവുണ്ട് കേട്ടോ.